ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ ഒരു സ്നാക്ക് റെസിപ്പിയെ കുറിച്ചിട്ടാണ്. ഓനിയൻ റിങ്സ് 2 സ്നാക്ക് പറഞ്ഞിരുന്നു. അതിൽ ഒന്നാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് സവാളയാണ് ആവശ്യം. അത് ഞാനിങ്ങനെ ചെറിയൊരു കനത്തിൽ റിങ്സായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് 2 സവാളയാണ്, ഒരു മീഡിയം സവാളയാണ്. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ ബൗളിലാണ് നമ്മളിതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്. ഞാൻ 1 ടേബിൾ സ്പൂണോളം ചേർത്തെടുക്കുന്നുണ്ട്. നല്ല കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയും ചേർത്തെടുക്കാം. ഇനി ബേക്കിംഗ് പൗഡർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലുള്ളൂ എല്ലാതും കൂടി ജോയിൻ്റായി കിട്ടുള്ളൂ. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. 1 ടേബിൾ സ്പൂൺ ഇതിൽ അത്ര വലിയ എരിവൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തെടുക്കുന്നത്. നല്ല കളറും കിട്ടും. ഇനി ഈ സവാള ഈ പൊടിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് എന്തിനെന്ന് വെച്ചാൽ സവാളയുടെ നനവ് ഈർപ്പൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒനിയൻ റിങ്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്ററിന് ആവശ്യമായിട്ടുള്ള എഗ്ഗ് ഒന്ന് റെഡിയാക്കണം. 1 എഗ്ഗാണ് ഇതിലേക്ക് എടുക്കുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പാലാണ്. ഞാൻ 1/3 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്. ആദ്യം 1/4 കപ്പ് ചേർത്ത് നോക്കി, അപ്പോൾ കുറച്ചുകൂടി ചേർക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 1/3 കപ്പ് എടുത്തിട്ടുള്ളത്. അത് ഇതിന് പാകമായിരുന്നു, കൃത്യ അളവാണ് 1/3 കപ്പ്. മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തേക്കാളും കുറച്ചും കൂടി കൂടുതൽ പാലൊഴിച്ചാൽ മതി. അല്ലെങ്കിൽ 1/4 കപ്പ് പാലൊഴിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പാലൊഴിക്കുക. എനിക്കിത് കറക്റ്റായിരുന്നു. ഇത് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ച് എടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ്. സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും. അത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് ഒഴിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ഓനിയൻ റിങ്സ് ആണ് വേണമെങ്കിൽ പെപ്പറിൻ്റെ അളവൊന്ന് കൂട്ടാം. ഇനി അവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് ഒന്ന് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഞാനിവിടെ വറുത്തെടുത്തിട്ടുള്ളതാണ്. ഇനി സവാള ഈ ബാറ്ററിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. അത്രയേ ഉള്ളൂ നമ്മുടെ ഓനിയൻ റിങ്സിൻ്റെ ചേരുവകൾ. പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്ന് മാത്രമാണ്. വളരെ എളുപ്പമുള്ള ഒരു സ്നാക്കാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാം. അധികവും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. പുറത്തുനിന്നൊന്നും അധികം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ബാറ്ററിൽ മുക്കിയെടുക്കാവുന്നതാണ്. സ്പൂണാണെങ്കിൽ ചിലപ്പോൾ ബാറ്റർ അതിലുണ്ടാവും. പിന്നെ കൈ കൊണ്ടൊന്ന് മാറ്റി വെക്കേണ്ടി വരും.
ഇതന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാതും റെഡിയാക്കി എടുക്കാം. കട്ട്ലേറ്റ് പോലെയല്ല ഓനിയൻ റിങ്സിൻ്റെ ഇത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ബ്രെഡ് ക്രംസിലൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേഗത്തിൽ ബ്രെഡ് ക്രംസ് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത ബ്രെഡ് ക്രംസ് മാത്രമല്ല, വേറെയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടണം. പെട്ടെന്ന് തന്നെ റെഡി ആവും. പെട്ടെന്ന് തന്നെ മറിച്ചിടും വേണം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ മറ്റേ ഭാഗം ബ്രൗൺ കളർ ആവും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇടുക. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും. അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് വിജയിക്കാനാവില്ല. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഓനിയൻ റിങ്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓനിയൻ റിങ്സ് ആണ്. നമ്മുടെ ഉള്ളിവട ടേസ്റ്റാണ്. എല്ലാവർക്കും ഉള്ളിവട ഇഷ്ടമാവും വിചാരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ഓനിയൻ റിങ്സും. എല്ലാവർക്കും ഇഷ്ടമാകും. വളരെ പെട്ടെന്ന് പാത്രം കാലിയാവുകയും ചെയ്യും. അത്രയ്ക്ക് അപാര ടേസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ ഓനിയൻ റിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.